സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗ്രഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കുറേ നാളുകളായിട്ട് നമ്മളിങ്ങനെ ഓരോ ഹോം റെമഡീസ്, ഗ്രഹവൈദ്യം, ആരോഗ്യത്തിൻ്റെ വീട്ടറിവുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന വിഷാംശങ്ങളെക്കുറിച്ച്, അതിനെ ഒന്ന് പുറത്തു കളയാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരു അറിവാണ് നൽകുക. ഒരുപക്ഷെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഇത് വയറ്റിൽ പിടിക്കാതെ വയറിളക്കവും ഛർദി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുക, വയറിൽ ഏതെങ്കിലും വിഷാംശമുള്ള എന്തെങ്കിലും ചെന്നു പോവുക ഒക്കെ നമുക്കുണ്ടാകാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനേക്കാളൊക്കെ കൂടുതൽ പലരുടെയും കയ്യിൽ ഒരു സംശയമുണ്ട്, എൻ്റെ വയറിൽ ആരോ കൈവശം തന്നിട്ടുണ്ട് എന്ന ചിന്ത വരും. അതിനൊക്കെ കളയാനായിട്ട് ഏറ്റവും നല്ലത് കൂവളം അതിൻ്റെ 2 ഇലയെടുത്ത് നന്നായി മോര് കാച്ചുക. മോരിലിട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ മോര് കാച്ചി കുടിക്കുന്നത് നല്ലതാണ്. അതൊരു 2-3 ദിവസം അടുപ്പിച്ച് അങ്ങ് ചെയ്താൽ മതി. വയറിലെ എല്ലാ വിഷാംശത്തെയും പുറന്തള്ളാനായിട്ട് അതിന് കഴിവുള്ള ഏറ്റവും നല്ല ഫലപ്രദമായ ഒരു ഔഷധ ചെടിയാണ് കൂവളം. കൂവളത്തിൻ്റെ പിക്ചറൂടെ ഇട്ടേക്കാം, അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു: കുടിവെള്ളത്തെ ശുദ്ധീകരിക്കുന്ന ഔഷധച്ചെടി. നമ്മളൊക്കെ പണ്ടുകാലത്ത് കിണറുണ്ടാക്കുമ്പോൾ ആ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി നെല്ലിയുടെ പലക നിരത്തുമായിരുന്നു. ഒരുപക്ഷെ പ്രായമായവർക്കൊക്കെ അറിയാം. ഇപ്പോഴും ചിലത് ചെയ്യുന്നുണ്ട്. നെല്ലി മരം മുറിച്ച് അതിൻ്റെ പലക ഉറവക്കണ്ണ് കിണറിൻ്റെ അടിത്തട്ടിലിട്ടാൽ നമ്മുടെ കുടിവെള്ളത്തെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഏക ഔഷധ ചെടിയാണത്. നെല്ലിയാണ് ഉത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോട്ട് ചെയ്യാം. പക്ഷേ പറഞ്ഞതായിട്ട് ആരും കണ്ടില്ല. ഇന്നത്തെ ചോദ്യം: വൃക്കരോഗത്തെ അകറ്റാനായിട്ട്, വൃക്കരോഗത്തെ തടയാനായിട്ട്, വന്നവർക്ക് ശമനം ലഭിക്കുവാനായിട്ട് ഉള്ള ഒരു ഔഷധ ചെടിയുണ്ട്. ഏതായിരിക്കും അത്? ഉത്തരം നൽകുക. ഒത്തിരി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ധാരാളം ആളുകൾ ഈ നല്ല അറിവുകൾ അവരുടെ ജീവിതത്തിൽ പങ്കുവയ്ക്കട്ടെ, മനസ്സിലാക്കട്ടെ. നന്ദി, നമസ്കാരം.